വൃത്തിയായിട്ടാണ്. നല്ല സിനിമയായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കുടുംബചിത്രം. നല്ലൊരു മൂവി. രാജുവേട്ടൻ്റെ കുറേ നാളിന് ശേഷം രാജുവേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ് ബേസിൽ നോർമലി. പിന്നെ വിപിൻ ദാസ് പുള്ളിയുടെ രണ്ടാമത്തെ മൂവിയാണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബെറ്റർ ദാൻ ക്യാരക്ടർ വൈസ് എല്ലാവരും, ജഗദീഷേട്ടനാണേലും എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവി, തിയേറ്റർ പാസ്റ്റാണ്. പുള്ളി എത്ര നാളും കൊണ്ട് ഇത് ചെയ്യുന്ന ആൾ. ഒരാൾ പുള്ളിയെ പണ്ട് ചെയ്ത് നമ്മുടെ സ്വപ്നക്കൂട് പഴയ ചിത്രങ്ങളൊക്കെ നോക്കിയാൽ പോരാ, കുറേ നാളിന് ശേഷം പുള്ളി നന്നായിട്ട് പെർഫോം ചെയ്ത് ബേസിൽ കട്ടയ്ക്ക് നിന്ന്. ഹീറോയിൻ നിഖിലയാണെങ്കിലും അനശ്വരയാണെങ്കിലും എല്ലാവരും നന്നായിട്ട് ചെയ്തു. നല്ല മൂവി, കുറേ നാളിന് ശേഷം നല്ലൊരു ഫാമിലിക്ക് ഫുള്ളി ഈ വെക്കേഷൻ ഫാമിലിക്ക് ധൈര്യമായി വന്ന് കയറാവുന്ന ഒരു ഫിലിം. സൂപ്പർ സിനിമയാണ്, ഫാമിലി എന്റർടൈനർ. ലാസ്റ്റ് ആ ഒരു ഫീലൊക്കെ ഉണ്ട്. പഴയ പടം എടുത്തിട്ട് നൈസായിരുന്നു, നല്ല പടമാണ്. നല്ല പടമായിരുന്നു, ചിരിച്ച് ഫണ്ണായിട്ട് കാണാം. നല്ല പടം. ബേസിലേട്ടനാണ് എടുത്തു പറയാനുള്ളത്. ഇല്ല അങ്ങനെയൊന്നും തോന്നിയില്ല. ചെറിയ റെഫറൻസുകളുണ്ട്, പക്ഷെ നല്ലതാണ്, ഫണ്ണാണ്. ചിരിച്ച് ഫണ്ണായിട്ട് ഫ്രഷായിട്ടിരുന്ന് കാണാം. നന്നായിട്ട് അഭിനയിച്ചു, കൊള്ളാം. ഒന്നും പറയില്ല, എല്ലാരും പോയി കാണണം, അത്രേ ഉള്ളൂ. നല്ല കോമഡി പോയായിരുന്നു, അടിപൊളി സെറ്റായിരുന്നു. നേരം പോക്കിന് പോയിരിക്കാന്നുള്ളതല്ലാതെ ഒരു സിനിമയായിട്ട് കുറെ സമയം വെറുതെ പോയെന്നുള്ളത് തന്നെ പറയാൻ പറ്റുള്ളൂ. എന്താ ഒരു ഷോർട്ട് ഫിലിമായിട്ടൊക്കെ എടുക്കാം, ചെറിയൊരു സബ്ജക്റ്റ്. നല്ല ഫിലിമായിരുന്നു. പൃഥ്വിരാജിന്റെയും ബ്രസ്ലിയുടെ അഭിനയം തന്നെ പൊളിയായിരുന്നു. പ്രതീക്ഷിക്കാത്ത ടെസ്റ്റൊക്കെയാണ് രണ്ടും. നല്ല കോമഡി ഉണ്ട് കേൾക്കാനൊക്കെ. അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല മെച്ചമുള്ള പടങ്ങൾ. അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഫുൾ ചിരിയായിരുന്നു. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നല്ല കോമഡി, ഫുൾ ചിരിച്ചോണ്ടിരുന്നു. ഗുഡായിരുന്നു. നന്നായിരുന്നു, അടിപൊളി കേട്ടാ, പറയാനൊന്നും ഒന്നുമില്ല. നല്ല ഫിലിം. പൃഥ്വിരാജ് ഭയങ്കര അഭിനയം. കോമഡി തന്നെയാ. കൊള്ളാം, നല്ല മൂവി. അല്ല, കോമഡിയാണ്.